അപ്പോൾ ഇപ്പൊ 1 കിലോ തേങ്ങയുടെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇനി നമ്മൾ തെങ്ങിനെ സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ വിഷമിക്കേണ്ടി വരും. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നല്ല അടിപൊളി റിസൾട്ട് തെങ്ങിനകത്ത് നിങ്ങൾക്ക് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്നൊരു പ്രൊഡക്റ്റ് ആണ്. അത് എന്റെ കൃഷിയിടത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ മാറ്റവും റിസൾട്ടും ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ചിപ്പം ഏകദേശം ഒരു 2 മാസം ആയേക്കുവാണ്. അപ്പൊ തന്നെ നല്ല രീതിയിൽ ഈ തെങ്ങിന് നല്ല മാറ്റമാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ട രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് 4 തെങ്ങൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു 100 ഗുളിക എടുത്തു കഴിഞ്ഞാൽ 2 ഗ്രാം ആവും കേട്ടോ. കുറച്ച് വെള്ളം ഒരു കപ്പിൽ എടുത്തിട്ട് ഈ 100 ഗുളികൾ ഇതിനകത്ത് ഇടുവാണ്. ഇട്ടതിന് ശേഷം നല്ല പോലെ മറ്റൊരു കപ്പ് കൊണ്ട് നല്ല പോലെ അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് 2 മെത്തേഡിൽ ഉപയോഗിക്കാം. ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് അലിയിപ്പിച്ച് വെച്ചേക്കാണ് 1 ലിറ്റർ വെള്ളത്തിൽ. അതൊരു സ്പ്രേയറിനകത്തോട് എടുക്കും കേട്ടോ. ചെറിയ തെങ്ങുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ കൂമ്പല വരത്തില്ലേ, ഇതിനകത്ത് നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇത് ഓൾറെഡി ഒരു തവണ വന്ന് നമ്മൾ ഇപ്പൊ 2ാമത്തെ തവണയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിലെ മാറ്റമാണ്. അജ്മൽ വന്ന് കാണിച്ചു കൊടുത്തത്. ഇവിടെ ചെല്ലി കുത്തിയ പാട് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ റിക്കവർ ആയിട്ട് നല്ല രീതിയിൽ ഈ തെങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓലയൊക്കെ മാറി മാറി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തെങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു തവണ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 1 മാസം കഴിഞ്ഞിട്ട് ഒരു സ്പ്രേയും കൂടെ കൊടുക്കുക. അങ്ങനെ ഒരു മിനിമം ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് തെങ്ങ് കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് വരും. 2ാമത്തെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. വലിയ തെങ്ങുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേളിൽ പോയി സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചവിട്ടി തന്നെ അത് കൊടുക്കാൻ പറ്റും. ചവിട്ടി കൊടുക്കാൻ നേരത്തെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഏകദേശം ഒരു 50 ml ഇതിനകത്തോട്ട് എടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ കലക്കി വെച്ചതാണ്. ഇതിനകത്ത് ഒരു 50 ml എടുത്തിട്ട് തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒന്ന് കിളച്ചു കഴിഞ്ഞാൽ നല്ലൊരു വേര് നോക്കി എടുക്കുക. ഈ വേര് എടുത്തതിന് ശേഷം ഒരു 45 ഡിഗ്രി ചരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഒരു 3-4 വേര് എടുത്തിട്ടുണ്ട്. നല്ല വലിയ വേരാണെന്നുണ്ടെങ്കിൽ ഒറ്റ വേരിന്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ കവറിനകത്ത് ആക്കി വെച്ചേക്കുന്ന മരുന്ന് നല്ല രീതിയിൽ മുങ്ങി തന്നെ നിൽക്കണം. എന്നാലേ ഫലമുള്ളൂ. ഇങ്ങനെ ഈ വേര് നല്ല രീതിയിൽ ഈ മരുന്നിനകത്ത് മുങ്ങി നിൽക്കണം. ആ രീതിയിൽ കവർ വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുന്നതാണ് പതിവ്. ഇത് വലിയ തെങ്ങുകളുടെ കാര്യത്തിലാണ് ഇതിൽ ഏറ്റവും കാര്യമാണ് കേട്ടോ. നല്ലപോലെ അടച്ച് വന്നിട്ട് മൂടിയിട്ടിരുന്നാൽ മതി. തെങ്ങ് പതിയെ കൊണ്ട് തന്നെ ഇത് നല്ലപോലെ വലിച്ചെടുത്തിട്ട് തെങ്ങിനകത്തുള്ള കീടങ്ങളും കാര്യങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള വിളവും കിട്ടും. കൊമ്പൻ ചില്ലിയും ചെമ്പൻ ചില്ലിയൊക്കെ ചത്ത് പിന്നെ ഒരു പ്രശ്നമില്ലായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഈ വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അത് ഡയറക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്.